എനിക്ക് വിനീഷിനോട് ചോദിക്കാനുള്ളത് വിനീഷിൻ്റെ അച്ഛൻ സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചാണ്. അദ്ദേഹം നമുക്കറിയാം കേരളത്തിലെ ഒരു CPM എന്ന പ്രവർത്തകരുടെ മാത്രമല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ വിനീഷിനെ സംബന്ധിച്ചിടത്തോളം വിനീഷിൻ്റെ ഒരു ലൈഫിലുടനീളം അച്ഛൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അച്ഛൻ്റെ എല്ലാ കാര്യത്തിനും അച്ഛനൊരു താങ്ങായി ഒരു ബലമായിട്ട് നിന്നിരുന്നു പല കാര്യങ്ങളിലും. പിന്നീട് അച്ഛനില്ലാത്ത ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ പോകുന്നു. അതിനിടയിൽ വിനീഷിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുന്നുണ്ട്. അപ്പോൾ ഏതൊരാളും അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളൊക്കെ വിനീഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കാണും. അപ്പോൾ അച്ഛനില്ലാത്ത സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത വർഷങ്ങൾ എങ്ങനെയാണ് വിനീഷ് അതിനെ സർവൈവ് ചെയ്യുന്നത്? ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ ഇത്ര കണ്ട് വർഷങ്ങൾ വിനീഷിനെ പ്രാപ്തനാക്കിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അത് ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും അതിന് പ്രാപ്തനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം. കാരണം അച്ഛനുള്ള കാലഘട്ടത്തിൽ നമുക്കൊരു കവചമുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ എന്താ ഉത്ബോധത്തിൽ അല്ലെങ്കിൽ അകത്ത മനസ്സിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ ധരിക്കും. അപ്പം അങ്ങനത്തെ ഒരു കവചം ഇല്ലാതായി കഴിഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെയുള്ളത് നമുക്ക് വലിയൊരു ക്വസ്റ്റ്യനബിൾ ആയിരിക്കും ആ സമയത്തൊക്കെ. ഞാൻ പറഞ്ഞത് ഞാൻ ആ ഡിപ്രഷനിൽ നിന്ന് പുറത്തോട്ട് വരാൻ ഏകദേശം ഒരു 7 മാസം 8 മാസം എടുത്തു. അമ്മ ആ ഡിപ്രഷനിൽ നിന്ന് പുറത്തോട്ട് വരാൻ ഒരു 3 വർഷത്തോളം എടുത്തു. ഇപ്പോഴാണ് അമ്മ ഇന്ന് ഇതായി വരുന്നത്. അപ്പം കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത കാലഘട്ടത്തെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരാളും കോടിയേരി ബാലകൃഷ്ണനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും എപ്പോഴും നമ്മളെ കൂടെ നിൽക്കും എന്ന് നമ്മൾ വിചാരിച്ച ആളുകളൊന്നും നമ്മളോട് ഉണ്ടാവില്ല. പക്ഷെ അതിലൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതാണ് നമ്മുടെ സമൂഹത്തോ അല്ലെങ്കിൽ അത് മനുഷ്യർ എന്നുള്ളത് അതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ പറ്റുള്ളൂ. സ്വന്തം ജീവിതത്തോട് നമ്മൾ ജീവിതം എന്ത് ആണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരേ എൻ്റെ ജീവിതത്തിൽ പറയാൻ പറ്റും. ഇത്രമേൽ കാറ്റും പേമാരിയും തുടർച്ചയായി വന്നടിച്ചിട്ടും ഈ ജീവിതത്തെ ഞാൻ പിടിച്ചു നിർത്തിയില്ലേ, ഈ ജീവിതത്തെ ഞാൻ ജീവിച്ച് കാണിക്കുന്നില്ലേ, അത്രയേ ഉള്ളൂ എൻ്റെ ഉത്തരം. ഇതുപോലൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.